ഒരാൾ നല്ല സുഖവുമായി നടന്നു പോകുന്നുവെങ്കിൽ ആരാ ചതിച്ച്? ചോദ്യം മനസ്സിലായില്ല. ആ ദേവതയാണ് ചതിച്ചത്. അതുകൊണ്ട് ദേവതയെ അറിഞ്ഞ് കഴിയണം. ദേവതാ വിജ്ഞാനം ഇതിലെല്ലാം ഉള്ളതാണ്. അത് തന്നെയാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്. പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അഞ്ചാമത്തതായ ദൈവം, ദേവതാ സമൂഹം. അത് ഞാൻ പറഞ്ഞു തോന്നുന്നു, ആദ്യം ഇൻട്രഡക്ഷനിൽ പറഞ്ഞു തോന്നുന്നു. അതിവിടെ ഓർത്താൽ മതി. മാഹേശ്വരി, വൈഷ്ണവി, ബ്രഹ്മാണി, ഇന്ദ്രാണി, കൗമാരി, വാരാഹി, നാരസിംഹി, ഇതെല്ലാം ദേവതകളാണ്. ആ ദേവശക്തികളാൽ, നിർജ്ജരമായ ആ ദേവശക്തികളാൽ സമാവൃതയായി, അവരാൽ ചുറ്റപ്പെട്ടത്. അതുപോലെ തന്നെ ആ സമാവൃതയായവളെ, ശിവനെ ദൂതിനായി അയച്ചവളെ ശിവദൂതി, അങ്ങനെയുള്ളവളാണ് ദേവി. ശുംഭനിശുംഭന്മാരുടെ ശുംഭനിശുംഭവധം കഥകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇല്ല, കഥകളിയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. അതുമില്ല. സിനിമാറ്റിക് ഡാൻസ് കാണുന്ന ആളുകൾ അങ്ങനെ കഥകളി കാണാനല്ലേ? കണ്ടവിട്ട് മനസ്സിലാവൂ. കഥകളിയിൽ വളരെ നല്ല കഥയാണ് ശുംഭ നിശുംഭ വധം. അതിൽ ദേവിയുണ്ട്. ആ ദേവതകളെല്ലാം കൂടെ വരും. അത് ശുംഭ നിശുംഭവധത്തിലാണ്. ചുരുങ്ങിയപക്ഷം മാതർമേ മധുകൈഡഭഗ്നി മഹിഷ പ്രാണാവഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജയ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ എന്ന് ചൊല്ലിയിട്ടുണ്ടാവും. ഇല്ല, അതുമില്ല. ഒരു പ്രാവശ്യം ചൊല്ലാൻ കഴിഞ്ഞാൽ തന്നെ ഭാഗ്യമാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ശുംഭ നിശുംഭന്മാരെ അവരുടെ ദൂതനായ സുഗ്രീവന്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ, ദൂതനെ പറഞ്ഞു വിട്ടു, ദൂതൻ വന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോൾ തന്നെ അസുരകുലം മുടിക്കാനുറച്ച് ഇറങ്ങിയ അവളെ, മനോഹരമായ കപർദിനി, ശൈലസുതേ, ഹേ മഹിഷാസുരനാശിനി, അവിടുന്ന് വിജയിച്ചാലും. 6 അയി നിജഹുങ്കൃതി മാത്ര നിരാകൃത ധൂമ്രവിലോചന ധൂമ്രശതേ സമരവിശോഷിത ശോണിത ബീജ സമുദ്ഭവ ശോണിത ബീജലത്തെ അയി നിജഹുങ്കൃതി മാത്ര നിരാകൃത ധൂമ്രവിലോചന ധൂമ്രശതേ സമരവിശോഷിത ശോണിത ബീജ സമുദ്ഭവ ശോണിത ബീജലത്തെ ശിവ ശിവ ശുംഭ നിശുംഭ മഹാഹവ തർപ്പിത ഭൂത പിശാചപതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. കഴിഞ്ഞ പാദം ഒന്ന് നോക്കുക. ശുംഭ നിശുംഭന്മാരുടെ കഥയാണ് തൊട്ടു മുമ്പുള്ള സുഗ്രീവൻ എന്ന ദൂതനിലൂടെ പറഞ്ഞത്. ഇത്തവണ പ്രകടമായി ശുംഭ നിശുംഭ മഹാഹവ തലമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ശ്ലോകം കഴിഞ്ഞ് ഇതേ വരുവുള്ളൂ എന്ന് പറഞ്ഞത്. മനസ്സിലായി? ഐ നിജഹുങ്കൃതി മാത്ര നിരാകൃത ധൂമ്രവിലോചന ധൂമ്രശതേ സമരവിശോഷിത ശോണിത ബീജ സമുദ്ഭവ ശോണിത ബീജലത്തെ ശിവ ശിവ ശുംഭ നിശുംഭ മഹാഹവ തർപ്പിത ഭൂത പിശാചപതേ. ഇങ്ങനെ 3 വിശേഷണങ്ങളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ദർപ്പിത എന്നും കൊടുക്കാം, തർപ്പിത എന്നും കൊടുക്കാം. പക്ഷെ കൂടുതൽ ശരി തർപ്പിത.
തർപ്പിത, തർപ്പണം ചെയ്ത, മഹാഹവത്തിൽ, മഹാഹവം മഹായുദ്ധത്തിൽ തർപ്പണം ചെയ്ത. അല്ലയോ അമ്മേ, നിജഹുംകൃതി മാത്ര നിരാകൃത, തൻ്റെ അമ്മയെ അവിടുത്തെ ഹുങ്കാരത്താൽ, ഒരു ശബ്ദം കൊണ്ട് മാത്രം. ശബ്ദം സൃഷ്ടിക്കും വിനാശത്തിനും കാരണമാണ്. ശബ്ദമാണ് സൃഷ്ടിയുടെ രഹസ്യം. എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ശബ്ദമാത്രത്തിൽ നിന്നാണ്. ഒരു ശബ്ദമാത്രം കൊണ്ട്, ഹുങ്കാരം മാത്രം കൊണ്ട് ധൂമ്രലോചനനെയും അവൻ്റെ 100 കണക്കിന് അനുയായികളെയും, ധൂമ്രശതയെ, നിരാകരിച്ചവളെ, നിരാകൃതയെ, നിജഹുംകൃതി മാത്ര ധൂമ്രവിലോചന ധൂമ്രശതയെ നിരാകൃതയെ, നീ ധൂമ്രലോചനനെയും 6000-ഓളം വരുന്ന, 60,000-ഓളം വരുന്ന, അത്രയാണ് ദേവീമാഹാത്മ്യത്തിലൊക്കെ പറയുന്നത്. ആ സൈന്യത്തെ മുഴുവൻ ഒരു ഹുങ്കാരം കൊണ്ട് നശിപ്പിച്ചു. ആയുധമൊന്നും വേണ്ടി വന്നില്ല. അവിടുത്തെ ഒരു ഹുങ്കാരം, ഒരു ശബ്ദം മതി, ഒന്ന് പറഞ്ഞാൽ മതി, തീർന്നോളും. അങ്ങനെയുള്ള അമ്മേ, നിന്റെ ഒരു ഹുങ്കാരം കൊണ്ട് മാത്രം, ഒരു വാക്ക് മതി, അത് വന്ന് വീണാൽ ആസുരി സമ്പത്ത് മുഴുവൻ പോവുകയായി. അതിനൊരു സമയമുണ്ട്. ആസുരി സമ്പത്ത് ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ, ഒരു പ്രത്യേക സമയത്ത് വേണം ആ ശബ്ദം വീഴാൻ. അത് ദേവതാജ്ഞാനത്തിൽ പ്രധാനമാണ്. ആ ശബ്ദം വീണ് കഴിഞ്ഞാൽ അന്നേരം പോവും. ഒരു ചെറിയ ശബ്ദം കൊണ്ട് കാര്യങ്ങൾ നടക്കും. അല്ലാതെ ഒരുപാട് ഓട്ടവും ബഹളമൊന്നും വേണ്ട. പഴയ കാലത്ത് വീടുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അച്ഛനോ അപ്പൂപ്പനോ അമ്മാവനോ ആരെങ്കിലുമൊക്കെ നല്ല ജീവിതമുള്ള ആളുകൾ വന്ന്, മോനെ കുട്ടാ സാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായത് മുഴുവൻ മറന്നു. അമ്മാവൻ്റെ ഒരു വാക്കുകൊണ്ട്, അപ്പൂപ്പൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കുക, ഇനി എനിക്ക് പ്രശ്നമില്ല. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അതിന് കാരണം ഇതാ, വാക്കിന് എല്ലാ ദ്വേഷങ്ങളും നശിപ്പിക്കാൻ കഴിയും. വാക്കിന് ദ്വേഷങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. ചില വർത്തമാനം പറഞ്ഞാൽ പെശകാവും. ചിലർ മൂളിയാൽ മതി, പ്രശ്നമെല്ലാം തീരും. അങ്ങനെയാണെങ്കിൽ ഈ ആയുധങ്ങളും കരാട്ടയൊക്കെ പഠിക്കാൻ പോകുന്നതിനേക്കാൾ ശബ്ദത്തിൻ്റെ ഈ പണി പഠിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ചെയ്യേണ്ട പണിയാണ് ഇതിനു മുമ്പേ ചെയ്തേച്ച് വന്നിരിക്കുന്ന. വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ പെണ്ണ് കെട്ടാനൊക്കെ പോകുമ്പോഴും കുടുംബം നയിക്കാൻ പോകുമ്പോഴും ഒക്കെ ഇതൊക്കെ പഠിച്ചിട്ട് വേണമായിരുന്നു പോകാൻ. ചുമ്മാ കാമം തോന്നി ഇതിനൊക്കെ ഇറങ്ങി തിരിക്കരുത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ അതിന് പോവുകയില്ല. ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ലേ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് താല്പര്യവുമില്ല. ഇത് പഠിക്കാതിരുന്നാലോ പോയിട്ട് കാര്യവുമില്ല. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കും ഇതൊന്നും അറിയാതെ, ഇതിൻ്റെ യാതൊരു വിവരവും ഇല്ലാതെ പോയി പെണ്ണ് കെട്ടും. ഇല്ലെങ്കിൽ ഒരുത്തനെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അവസാനം എന്താവും? രണ്ടും കൂടെ വാക്കിന് വാക്ക് വക്കാണമായിട്ട് അടിച്ച് പിരിയും. വീണ്ടും ചേരും. ശരിയല്ല, അടിച്ചങ്ങ് പോവുകയില്ല.
അങ്ങനെ പോകാൻ പറ്റുമോ? ചിലപ്പോൾ പറയുകയും ചെയ്യും, ഞാൻ പോയെന്ന് ഓർത്തുല്ലേ, തന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. താനോർത്തത് പ്രശ്നമൊക്കെ തീർന്നു, ഞാനങ്ങ് പോയെന്നാ വിചാരിച്ചേ. അങ്ങനെയൊന്നും ഞാൻ പോവില്ല. ശരിയല്ല, ശരിയല്ല, അങ്ങനെയൊന്നും അല്ല. രണ്ടും കൽപ്പിച്ചാണ് ഏതായാലും ഞാൻ ഇറങ്ങിയത്. ഇനിയിപ്പം കഴുത്തോളം മുങ്ങി, ഇനിയിപ്പോൾ കരയ്ക്ക് കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുകിൽ താൻ അല്ലെങ്കിൽ ഞാൻ, ഇല്ലേ രണ്ടും കൂടെ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയതാടോ എന്ന് പറയും. എനിക്കാണോ പറയാ? നിങ്ങളങ്ങനെയൊന്നും പറയലാന്ന് തോന്നുന്നു. നല്ല മനുഷ്യർ അല്ലേ? പക്ഷെ നിങ്ങൾ ഉള്ളാലെ നോക്കുന്നത് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ തീരെ പറയാത്തവരാണോ? ഇതിലും കൂടിയതാണ്. അളയലിരിക്കുന്നത് ഇതിലും വലുതൊക്കെയല്ലേ? അപ്പോ വാക്ക് അങ്ങനെയുള്ളതാണ്. പക്ഷെ ദേവിയുടെ ഹുങ്കാരം സകല ആസുരി സമ്പത്തിയെയും നശിപ്പിക്കുന്നതാണ്. നിജഹുങ്കൃതി കൊണ്ട് അല്ലയോ അമ്മേ, ധൂമ്രലോചനനെയും ധൂമ്രലോചനന്റെ അനുയായി വൃന്ദങ്ങളെയും മുഴുവൻ നശിപ്പിച്ചവളെ, സമരവിശോഷിത ശോണിത ബീജ സമുദ്ഭവ ശോണിത ബീജലത്തെ, ശോണിത ബീജലത്തെ, സമരവേളയിൽ യുദ്ധവേളയിൽ രക്തബീജനിൽ നിന്ന് വീഴുന്ന ഓരോ രക്തവും ഓരോ തുള്ളിയും ഓരോ ബീജവും വേറൊരു ജീവിയായി മാറും. അങ്ങനൊരു അനുഗ്രഹം കിട്ടിയവനാണ് രക്തബീജൻ. സാധാരണഗതിയിലെ ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ അന്നം ജഠരാഗ്നിയിൽ പചിക്കണം. ജഠരാഗ്നിയിൽ പചിച്ച അന്നം, പചനത്തിന് ഒരുപാട് അഗ്നികളുണ്ട്, ആ അഗ്നിയാണ് ജഠരാഗ്നി എന്ന് ഒന്നിച്ച് പറയുന്നത്. നിങ്ങളുടെ ഉമിനീർ, നിങ്ങളുടെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ, മനസ്സിലായില്ല, അത് പുറപ്പെടുവിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ സ്വയമേവ ഉണ്ടാകുന്നത്. ആഗ്നേയ രസങ്ങൾ, അതിൻ്റെ സഹവർത്തികളായ ഒട്ടേറെ ആഗ്നേയ രസങ്ങൾ, കൂടുതൽ വേണ്ട സമയത്ത് ഇൻസുലിനെ നിയന്ത്രിക്കും. ദഹനം നിയന്ത്രിക്കുന്നതിനുള്ള ഇൻസുലിനെ അഡ്രീനാലിൻ പോലുള്ള സ്രവങ്ങൾ നിയന്ത്രിക്കും. ഇൻസുലിനെ പരിണമിപ്പിച്ച് മാറ്റും. അപ്പോൾ ഒട്ടേറെ ഗ്ലൂക്കോസ് പുറത്തേക്ക് വിടും. ഇത് വലിയൊരു ഫാക്ടറിയാണ്, ഒരുപാട് പണിയുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റ് വിഭാഗങ്ങളൊക്കെ വളരെ ശക്തമാണ്. അങ്ങനെയുള്ള ആ ആഗ്നേയ രസങ്ങൾ, ആമാശയ രസങ്ങൾ, ലിറ്റർ കണക്കിനാണ് ഇതൊക്കെ വരുന്നത്. അല്ല 3 തുള്ളി 4 തുള്ളിയൊന്നും അല്ല. ഒരു ദിവസം 2 ലിറ്റർ ഉമിനീരുണ്ടാവും പലപ്പോഴായിട്ട് വീഴുന്ന മുഴുവൻ. ഇത് മുഴുവൻ തുപ്പിക്കള. ഉറങ്ങുന്നുണ്ടോന്ന് നോക്കിക്കൊള്ളാവുന്നതാണ്. ശരിയായി. അപ്പോ ഇങ്ങനെ ദഹിച്ച ദഹനപ്രക്രിയയിൽ വന്ന അന്നം, അത് ലിറ്റർ കണക്കിനുണ്ട്. ഉമിനീര് ലിറ്റർ കണക്കിനുണ്ട്, ആമാശയ രസങ്ങൾ ലിറ്റർ കണക്കിനുണ്ട്, ചെറുകുടൽ ദ്രാവകങ്ങൾ, ഇവയെല്ലാം
അത് വീണ്ടും പാചനത്തിന് വിധേയമാവും. അവ പാചനത്തിന് പ്രത്യേകമായുള്ള ചെറുകുടലിലിരിക്കുന്ന അഗ്നിയുണ്ട്, പാകാഗ്നി. അതിൽ ഇതാവും. ലിവറിനോട് ചേർന്ന്, എകൃത്തിനോട് ചേർന്ന് രഞ്ജകവിത്തമുണ്ട്, മറ്റത് പാചകവിത്തം ചെറുകുടലിൽ. രണ്ട് ലിവറിൽ ചേർന്നിരിക്കുന്ന രഞ്ജകവിത്തം നിറമൊക്കെ കൊടുക്കുന്നത് അതാണ്, രക്തത്തിന് നിറവുമൊക്കെ കൊടുക്കുന്നത്. അതായത് അപാദ വൃത്ത താമ്രാശ്ച കിഞ്ചിദർശനാഹ. രക്തത്തിൻ്റെ അണുക്കളെക്കുറിച്ചൊക്കെയുള്ള പ്രാചീനൻ്റെ പഠനമാണ്. കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത രക്താണുക്കളുണ്ട്, ചെമ്പിൻ്റെ നിറമുള്ള രക്താണുക്കളുണ്ട്, വൃത്താകാരത്തിലുള്ള രക്താണുക്കളുണ്ട്, കാലില്ലാത്ത രക്താണുക്കളുണ്ട്. മനസ്സിലായില്ല? ഇതൊക്കെ നിങ്ങളെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുമ്പോൾ ഇത് പാശ്ചാത്യം കണ്ടുപിടിച്ചു എന്നിട്ട് നിങ്ങൾ പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുന്നത്. അങ്ങനെ അഭിമാനം മുഴുവൻ കളഞ്ഞു കുളിച്ച ഒരു തലമുറയാണ് നിങ്ങൾ. ഇതൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ നോക്കി പഠിച്ചു നോക്കണം. ആ രക്താണുക്കൾ, അതിന് നിറം കൊടുക്കുന്നത് രഞ്ജകവിത്തമാണ്. ത്വക്കിന് നിറമുണ്ടാക്കുന്നതെല്ലാം ഭ്രാജകവിത്തമാണ്. മസ്തിഷ്കത്തിൽ ഓർമ്മകൾ, ബുദ്ധിവിലാസങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കുന്നത് സാധകവിത്തമാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇപ്പം എത്ര എണ്ണായി? 5 എണ്ണായി. ഇത് പഞ്ചഭൂത തന്മാത്രാന്തര തലത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന 5 ഭൂതാഗ്നികളാണ്. ഇവയുടെ പ്രവർത്തനം കഴിഞ്ഞ് 7 ധാത്വ അഗ്നികൾ പ്രവർത്തിക്കും. അതായത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഇങ്ങനെ 7 ധാതുക്കളായി പരിണമിപ്പിക്കും. അതിന് വിഭാഗമെന്ന് പറയും വസ്തുവിൻ്റെ. കഴിക്കുന്ന ആഹാരം, ഇപ്പോൾ ഉപ്പാ കഴിച്ചത്, അത് ധാത്വഗ്നിയിൽ വീണ്ടും ദഹിപ്പിക്കുമ്പോൾ മധുരമായി മാറും. ധാതു പരിണാമത്തിൽ മധുരമാകുന്നതുകൊണ്ട് പ്രമേഹ രോഗി ഉപ്പ് ബിസ്ക്കറ്റ് തിന്നാലും പ്രമേഹ നില ഒരു 300-ലെത്തും. ഉപ്പാ കഴിച്ച മധുരം ഒന്നും കഴിച്ചില്ല, എന്നിട്ട് ഇത്രയും ഷുഗർ കൂടിയത് കൂടും. ഇതറിയാൻ എളുപ്പമുണ്ട്, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ. നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇപ്പോൾ കിഡ്നി പോയ ഡയബറ്റിക് നെഫ്രോപ്പതി വന്ന രോഗികളുണ്ട്. അവിടെ ചെന്ന് അവരുടെ കിഡ്നി പോയി കഴിയുമ്പോൾ ഡോക്ടർമാർ ഉപ്പ് കഴിക്കണ്ട എന്ന് പറയും. ഉപ്പ് നിർത്തുമ്പോൾ കിഡ്നി വർക്ക് ചെയ്യല്ല കൂടുതൽ ചെയ്യുക. ഉപ്പ് നിർത്തി കഴിഞ്ഞാൽ നേരത്തെയുള്ള പ്രമേഹം പൂർണ്ണമായി മാറിയത് കാണാം. പിന്നെ അതിൻ്റെ ടാബ്ലറ്റൊക്കെ നിർത്തിക്കോളാൻ പറയും. ഇത് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണെങ്കിൽ പോലും ഉപ്പ് പ്രമേഹത്തിന് ശല്യമാണെന്ന് പറഞ്ഞു തരികയില്ല. നിങ്ങളുടെ നാട്ടിലുള്ള ഏത് പ്രമേഹ രോഗിക്ക് കിഡ്നി പോയാലും അവൻ്റെ ഉപ്പ് നിർത്തുമ്പോൾ പ്രമേഹമാണ് പോകുന്നത്. ഇതിന് കാരണം ഈ വിഭാഗമാണ്. വിഭാഗത്തിൽ ഉപ്പ് മധുരമാണ്. ഇപ്പം രസങ്ങൾ പ്രഭാഗത്തിലെങ്ങനെ വിഭാഗത്തിലെങ്ങനെ. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിന് ഇതെല്ലാം എനിക്ക് ആവശ്യമാണ്. ആ വിഭാഗത്തിലെത്തി രസമായി. ആദ്യം ആഹാരം ധാതുപാകത്തിലെത്തി രസമായി. രസം പചിച്ചാണ് രക്തമാകുന്നത് ശരീരത്തിനകത്ത്. ആ രക്തം പാചന പ്രക്രിയ കൊണ്ട്, അതിൻ്റെ മെറ്റബോളിസം കൊണ്ടാണ്
വീണ്ടും അത് മാംസമാകുന്നത്. അത് പചിച്ചാണ് മേധസ്സാകുന്നത്. മേധോധാതു പചിച്ചാണ്. അതിലൊരുപാട് പ്രോട്ടീനൊക്കെ ഉണ്ട് മേധസ്സിനകത്ത്, പേശിക്കകത്ത്, മസിലിനകത്ത്. ആ ധാതുവിൻ്റെ പാകപ്രക്രിയ മേധോനിഷ്ഠങ്ങളായ സ്രോതസ്സുകൾ, ഇതിനെല്ലാം സ്രോതസ്സുകളുണ്ട്. സൂക്ഷ്മങ്ങളായ രസവഹകളായ സ്രോതസ്സുകളുണ്ട്. ആ സ്രോതസ്സിൽ ബ്ലോക്കോ ദുഷ്ടിയോ ഒക്കെ ഉണ്ടായാൽ രസപാചനം നടക്കില്ല. ഇത് പഴയ അമ്മമാർക്ക് നോക്കിയാൽ അറിയാം. കുഞ്ഞിൻ്റെ രസവഹ സ്രോതസ്സുകൾ ദുഷിച്ചുവോ, അവരുടനെ ആ ദുഷിപ്പ് മാറുന്നതിന് ചില സാധനമൊക്കെ കിടിപിടിയൊക്കെ അരച്ചു കൊടുക്കും. 2 ദിവസം കൊണ്ട് പോകും. രക്തവഹകളായ സ്രോതസ്സുകളുണ്ട്, അവയിൽ ദുഷ്ടിയുണ്ടാവും. ഇപ്പം കാലൊക്കെ നീലച്ചൊക്കെ കിടക്കും. അത് രക്തവഹ സ്രോതസ്സുകളെ ദുഷിപ്പിച്ചു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമാണ്. കറുത്ത പാടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് രക്തവഹ സ്രോതസ്സുകളെ ദുഷിപ്പിക്കാൻ തുടങ്ങി. ഇനി അത് എകിർത്തിനെ പിടിച്ച് ഓട്ടോ ഇമ്മ്യൂണായി മാറും. അതിനു മുമ്പ് സൂക്ഷിക്കണം. അപ്പം അമ്മമാർക്കറിയാം, രക്തദുഷ്ടി തുടങ്ങി, അവരുടനെ നറുനീണ്ടി പറിക്കാൻ പോകും. അതിൻ്റെ ദേവതയെ പ്രസാദിപ്പിച്ച് നറുനീണ്ടി പറിച്ചുകൊണ്ടെന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊടുക്കും. കേട്ടിട്ടില്ല? വേനൽക്കാലത്ത് നല്ല നറുനീണ്ടി സർബത്ത് കൊടുക്കും. നന്നാറി. കേട്ടിട്ടില്ല? ആ നന്നാരി എന്ന് പറയുന്നത് ആ നറുനീണ്ടി. ആയുർവേദം അതിനെ നറുനീണ്ടി എന്ന് പറയും, നിങ്ങളതിനെ നന്നാരി എന്ന് പറയും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവർ ചെയ്യും. അപ്പോൾ രക്തവഹ സ്രോതസ്സുകൾ, മാംസവഹ സ്രോതസ്സുകൾ, മേധോവഹകളായ സ്രോതസ്സുകൾ. മേധോവഹ സ്രോതസ്സുകൾ ദുഷിക്കുമ്പോൾ പേശി പോകും. അവ മസ്തിഷ്കത്തോളം എത്തുന്നവയാണ്. അപ്പോഴാ മസ്കുലർ അട്രോപ്പിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അസ്ഥിവഹകളായ സ്രോതസ്സുകൾ ഉണ്ടാവും. അസ്ഥിവഹകളായ സ്രോതസ്സുകളിൽ സൂര്യൻ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതുമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ പ്രത്യേകിച്ച് സൂര്യനാണ് അതിൻ്റെ വലിയ സോഴ്സ്. അവിടെ ബലക്ഷയം വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ മജ്ജാവഹ സ്രോതസ്സുകളുണ്ട്. അത് പരിണമിച്ചാണ് പിന്നീട് ശുക്രധാതുവൊക്കെ ഉണ്ടാകുന്നത്. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യമുണ്ട്. പാരസ്പര്യം ശക്തവുമാണ്. ഈ അതിശക്തമായ പാരസ്പര്യത്തിലാണ് ഇവയെല്ലാം നിൽക്കുന്നത്. മജ്ജ രക്തധാതുവിനെ ഉണ്ടാക്കുന്നതിൽ മജ്ജയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഈ ധാത്വന്തര പ്രക്രിയ മുഴുവൻ ശരീരത്തിനകത്ത് നടക്കുന്ന പോലെ പുറത്ത് നടത്താം. രസത്തിൽ നിന്ന് ശുക്രധാതുവിനെ ഉണ്ടാക്കാം, രസത്തിൽ നിന്ന് മജ്ജയെ ഉണ്ടാക്കാം പുറത്തു വച്ചു. അങ്ങനെ ഒരുവൻ്റെ രക്തധാതു ശുക്രധാതുവായി അണ്ഡമായി സംയോജിച്ച് ശിശുവായി വരുന്നതിന് സ്വയം കഴിവുള്ള ഒരുവൻ്റെ കഥയാണ് രക്തബീജൻ. മനസ്സിലായില്ല? അവൻ്റെ ദേഹത്തു നിന്ന് രക്തം വീണാൽ അത് വേറൊരു അസുരനാണ്. ആ സൃഷ്ടിയുടെ വൈചിത്ര്യം അതാണ്. അങ്ങനെയുള്ള രക്തബീജനെ യുദ്ധത്തിൽ ആഹവത്തിൽ നിന്നുത്ഭവിച്ച വിശോഷിതമായ ശോണിതബീജ സമുദ്ഭവ സമരത്തില്, യുദ്ധത്തില് രക്തബീജനിൽ നിന്ന്, ശോണിതബീജനിൽ നിന്ന് സമുദ്ഭവമായ ശോണിത ബീജങ്ങളെ വിശോഷിപ്പിച്ച, വറ്റിച്ചു കളഞ്ഞ ദിവ്യമായ
ലതാരൂപമായിട്ടുള്ളവളെ, ദിവ്യരൂപയായിട്ടുള്ളവളെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ബീജം പോലും വീണ്ടും രക്തബീജനായി വരാതിരിക്കാൻ തക്ക പണി ചെയ്തവളെ. ആദ്യത്തത് തൻ്റെ ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനനെയും തൽപാർശ്വവർത്തികളായ അനുയായികളെയും നശിപ്പിച്ചവളെ. യുദ്ധത്തിൽ രക്തബീജനിൽ നിന്നുദ്ഭവിച്ച അനേകം രക്തധാരകളെ മുഴുവൻ വറ്റിച്ചു കളഞ്ഞവളെ. ശിവ ശിവ ശുംഭ നിശുംഭ മഹാഹവ തർപ്പിത ഭൂത പിശാച പതേ. ശുംഭ നിശുംഭ മഹാഹവ ശിവ ശിവ തർപ്പിത ഭൂത പിശാച പതേ. ശുംഭനിശുംഭന്മാരുമായുണ്ടായ മഹായുദ്ധത്തിൽ ശുംഭനിശുംഭ മഹാഹവം, ശുംഭനും നിശുംഭനുമായി ദേവി നടത്തിയ യുദ്ധം. ആ യുദ്ധത്തിൽ ശിവ 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഭൂതാദികൾക്ക് തർപ്പണം ചെയ്തവളെ. ഭൂതങ്ങൾക്ക് തർപ്പണം ചെയ്തത് ശിവ ശിവ എന്ന മന്ത്രമുച്ചരിച്ചാണ് നീ ചെയ്തത്. അങ്ങനെ ചെയ്തവളെ, രമ്യ കപർദിനി, നല്ല തലമുടിക്കെട്ടോടുകൂടിയവളെ, ഹേ ശൈലസുതേ, ഗിരിരാജകന്യകെ, ഹേ മഹിഷാസുരമർദിനി, ഹേ മഹിഷനാശിനി, അവിടുന്ന് വിജയിച്ചാലും വിജയിച്ചരുളിയാലും. അപ്പം തൻ്റെ ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനനെ സൈന്യ സമൂഹത്തോടുകൂടി നിഹനിച്ചവളും രക്തബീജനെയും ശുംഭനിശുംഭ സൈന്യത്തെയും നശിപ്പിച്ചവളും മനോഹരമായ തലമുടിക്കെട്ടോടുകൂടിയവളും പർവ്വതരാജകുമാരിയുമായ ഹേ മഹിഷാസുരമർദിനി അമ്മേ, അവിടുന്ന് വിജയിച്ചരുളിയാലും. അപ്പം നമ്മൾ 6 ശ്ലോകങ്ങളിൽ ഏതാണ്ട് ദേവി മാഹാത്മ്യ പ്രണീതമായ ആ ആസുരീ സമ്പത്തികളോടുള്ള യുദ്ധപുരാണ പ്രസിദ്ധമായ കഥകളെ ഈ സ്തോത്രത്തിൽ ഏതാണ്ട് കണ്ടു. ഇനിയും നോക്കാം. ധനുരനുസങ്കരണക്ഷണസംഗ പരിസ്ഥുരദംഗ നടത്കടകേ കനകപിശങ്ക പൃഷത്കനിഷംഗ സരസത് ബടശൃംഗ ഹതാവടുകേ കൃതചതുരംഗ ബലക്ഷിതിരംഗ ഘടത് ബഹുരംഗരടത് ബടുകേ കനകപിശങ്ക പൃഷത്കനിഷംഗ രസത് ബടശൃംഗ ഹതാവടുകേ കൃതചതുരംഗ ബലക്ഷിതിരംഗ ഘടത് ബഹുരംഗരടത് ബടുകേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ധനുരനുസങ്കരണ ക്ഷണസംഗ പരിസ്ഥുരദംഗ നടത്കടകേ. ഞാണൊലി, ഒലി ശബ്ദം, ഞാണൊലി, അതായത് ആ ഞാണ് വലിച്ചു വിടുന്ന ശബ്ദം യുദ്ധത്തിൽ വലിയ മുഴക്കമാകുന്നത്. ഈ വില്ല്, ഞാണ് എന്നൊക്കെ പറയുന്ന പഴയ പ്രയോഗങ്ങൾ, ആ പദങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കരുത്. പഴയ ആളുകൾ പ്രയോഗിച്ച് ആയുധങ്ങളെ പഠിക്കണമെങ്കിൽ അതിൻ്റെ ചാരുതയൊക്കെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ധനുർവേദം പഠിക്കണം. അങ്ങനെയൊന്നുണ്ടെന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളേതെങ്കിലും ചിത്രകാരൻ രാമൻ്റെ കൂടെ ഒരു വില്ലും അമ്പും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും 2 പൂച്ചെടിയുടെ കമ്പ് പറിച്ച് അതിൻ്റെ അറ്റത്തൊരു ചരടും കെട്ടി ഇതൊക്കെ കൊണ്ടാണ് പഴയ ആളുകൾ കളിച്ചിരുന്നതെന്നും ഇത്രയൊക്കെ വിവരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നിങ്ങളുടെ
സാഹിത്യവും കലയും ആധുനിക ശാസ്ത്രവും ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയിൽ നിങ്ങളുടെ പാരമ്പര്യ സംബന്ധികളായ അറിവുകൾ പലതും തകർത്തെറിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യകാല മനുഷ്യൻ ഏതേത് ആയുധങ്ങൾ ഉപയോഗിച്ചു അതിൻ്റെ വളർച്ചയാണ് പുരാണങ്ങളിലൊക്കെ കാണുന്നതെന്നൊക്കെ മതപ്രസംഗങ്ങളിലൊക്കെ ചില പണ്ഡിതന്മാരും കയറ്റി വീക്കിയിട്ടുണ്ട്. ശരിയല്ല. ഇപ്പോൾ കാരണം ആദ്യകാലത്തുള്ള ആ വളർച്ചയെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമൻ, ഭാർഗവരാമൻ, ദെൻ കൃഷ്ണൻ, ഇങ്ങനെ ഒരു വളർച്ചയുടെ ഘട്ടമാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ആധുനിക ശാസ്ത്രത്തെയും ആധുനിക ചരിത്രത്തെയും പ്രമാണമാക്കി പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾ ഇന്നത്തേതിന് മുമ്പ് തന്നെ പരിണാമ സിദ്ധാന്തം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാനും ഭ്രമിപ്പിക്കാനും ഒക്കെ തയ്യാറാകാറുണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന ആ സാധനമൊന്നുമല്ല. വ്യക്തമായ രൂപരേഖകളോടുകൂടിയ വൈദിക സംസ്കൃതി, അർഗ്, യജുസ്, സാമം, അഥർവം എന്ന 4 വേദങ്ങൾ സംഹിതകളും ഉപനിഷത്തുകളുമായി ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളുമൊക്കെയായി വളരെ വ്യക്തതയോടെ പിരിഞ്ഞു നിൽക്കുന്നവയാണ്. അതിൽ അന്തർലീനമായിരിക്കുന്ന സംഹിതാഭാഗത്ത് വരുന്ന സത്യങ്ങളെ അവലംബിച്ചുകൊണ്ട് വളരെ ശക്തമായി ഉപവേദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയിൽ ആയുർവേദം, തന്നെ ഗന്ധർവവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഇവയെല്ലാം ഉപവേദങ്ങളാണ്. ആ ഉപവേദങ്ങളിലൊന്നായ ധനുർവേദത്തിലാണ് ഒട്ടേറെ ഉപകരണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുള്ളത്. അല്ലാതെ രാമായണത്തിലൊരു വിമാനം എന്നൊരു പദം കണ്ടു, ആകാശത്ത് സഞ്ചരിക്കുന്നതായി കവിഭാവനയിൽ എഴുതി, അങ്ങനെയല്ല. ഓട്ടോ പൈലറ്റുകൾ നിയന്ത്രിക്കുന്ന വിമാനങ്ങളോടുകൂടിയ അതിൻ്റെ കോക്പിറ്റിനെ സംബന്ധിച്ചും വൈമാനികൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചും അതിൽ നിറയ്ക്കേണ്ടുന്ന ഇന്ധനത്തെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ രൂപരേഖകളോടുകൂടിയ പഠനങ്ങളുണ്ട് പൗരാണിക ഭാരതത്തിൽ. നിങ്ങളിൽ പലരുടെയും അറകളിലും ഇരിപ്പുണ്ടവ. വടക്കൻ കേരളത്തിലെ അറകളിൽ നിന്ന് അവ എടുത്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുകയും ഭാഷ അറിയുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ അത്ഭുതസ്തബ്ധരായി പോകും. വളരെ അറിവുകൾ. LTT എന്ന് പറയുന്ന പ്രസ്ഥാനം, പ്രഭാകരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പ്രസ്ഥാനം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളെല്ലാം തമിഴ്നാട്ടിലെ സിദ്ധമുറ പഠിച്ച വൈദ്യന്മാരുടേതാണ് എന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടുമോ എന്നറിയില്ല. അവർ ചെലവ് കൂടിയ ബോംബുകളൊന്നും അല്ല ഉണ്ടാക്കുന്നത്, അവയെ വെല്ലുന്ന ഉപകരണങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിന് ചിരട്ടയുടെ തൈലവും മണ്ണെണ്ണയും നിങ്ങൾ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും എത്ര മാരകങ്ങളായ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കൃത്യമായ ആൽക്കമി പടലങ്ങളിൽ നിന്ന് ഭൃഗു മഹർഷിയുടെയും അഗസ്ത്യരുടെയും അഗസ്ത്യർ പടലങ്ങൾ കേട്ടിട്ടില്ല ഒക്കെ സമീക്ഷയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ്. ഒരു സാധാരണ തമിഴന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അറിയണമെങ്കിൽ ആ രാജ്യത്തിലെ ഒരു പറ്റം ജനത
സിംഹളദേശത്ത് ഇന്നും ശക്തമായി ആഞ്ഞടിക്കുന്നത് ഏത് കഴിവുകളെ കൊണ്ടാണെന്ന് അന്വേഷിച്ച് അതിനെ രാഷ്ട്രനിർമ്മാണത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും പാരമ്പര്യ പ്രസിദ്ധമായ അറിവിൻ്റെയും ലോകങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കഴിയാറില്ല. വിധ്വംസകത്വം മാത്രം ആരോപിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പൗരാണികർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും വില്ലും വെറും അമ്പുമല്ല. അങ്ങനെ പഠിക്കരുത്. അത് ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളതല്ല. എന്നിരുന്നാലും ധനു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉടനെ ഉണ്ടാകുന്നത് ദേവിയുടെ കയ്യിൽ ഒരു പാതിരി മരത്തിൻ്റെ കമ്പ്, പാതിരിയാണ് വില്ലിന് വിശേഷം, ആ കമ്പയിലൊരു ചരടും വലിച്ചു കെട്ടി ഇതും കൊണ്ട് ഓടി നടന്ന ഒരു ദേവിയുടെ കഥയാണിത്. മനസ്സിലായില്ല? അതിൻ്റെ ഇന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്ന ഒരു മിമിക്സ്. മനസ്സിലായില്ല? അങ്ങനെ കാണാം. അവ തരുന്ന മിത്തുകളിൽ ഒട്ടേറെ ഭാവനാലോകങ്ങളുണ്ട്. അപ്പോൾ ആ വില്ല് ഞാണ് വലിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, വേദാന്തികളുടെ ഭാഷയിൽ വില്ല് ഓങ്കാരമാണ്. അതതിൻ്റെ ഭാവാതീത ഭാഷയാണ്. പ്രണവോ ധനുഹു ശരവ്യോ ആത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്. അതിനാ ഒരു പ്രാണായാമമൊക്കെ ചെയ്യുന്നത്. ഈ ശരം വിടുക എന്ന് പറഞ്ഞാൽ പ്രാണായാമം ചെയ്യുക എന്നർത്ഥം. ജ്യോതിഷത്തിലും ഒരു ശരം വിടലുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ പ്രാണനെ കൃത്യതയിൽ കൊണ്ടുപോവുക, ആസുരി ശക്തികളോട് നേരിടാൻ. കാരണം ആസുരി ശക്തികൾ പ്രാണരഥന്മാരാണ്. അസുപ്രാണഹ, അസുരൻ പ്രാണരഥൻ. അവിടെ വില്ല് കുലയ്ക്കുന്നത് പ്രാണനിലാണ്. അത് വേറെ അർത്ഥം. ഇവിടെ ദേവി ഞാണൊലി മുഴക്കുമ്പോൾ